സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ നേതാക്കളുടെ സംഭാഷണം ചോർന്നതിന് പിന്നാലെ CPI പ്രതിരോധത്തിലാക്കി വീണ്ടും ഓഡിയോ ലീക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മത്സരിച്ച പാലക്കാട്ടെ പാർട്ടി സെക്രട്ടറി കൂടിയായ KP സുരേഷ് രാജ് പരാജയപ്പെട്ടപ്പോൾ സന്തോഷം പങ്കുവയ്ക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. സംസ്ഥാന കൗൺസിൽ അംഗം OK സൈദലവിയുടെ ശബ്ദ സന്ദേശമാണ് പ്രചരിക്കുന്നത്. ആ ശബ്ദ സന്ദേശത്തിലേക്ക് ആദ്യം നമുക്ക് ആ ശബ്ദ സന്ദേശം കേൾപ്പിക്കാം. അതിനു മുമ്പ് ഇത് OK സൈദലവി നിഷേധിച്ച വിവരം കൂടിയുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങൾ നൽകും. ആദ്യം ശ്രീജിത്ത്, ഇത് CPIയിൽ ഇപ്പോഴൊരു ഓഡിയോ ലീക്കിന്റെ കാലമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പാലക്കാട്ട് എന്താണ് സംഭവിച്ചത് ശ്രീജിത്ത്? ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം OK സൈദലവിയുടെ ശബ്ദ സന്ദേശമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ സൈദലവി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊരു പാർട്ടി പ്രവർത്തകനുമായി സംസാരിച്ച സന്ദേശമാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയുന്നത് സുരേഷ് രാജ് ജില്ലാ സെക്രട്ടറിയുടെ പരാജയത്തിൽ വളരെ വലിയ സന്തോഷമാണ്, രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് എന്ന തരത്തിൽ സന്തോഷിക്കുന്ന തരത്തിലാണ് ആ ശബ്ദ സന്ദേശമുള്ളത്. എന്തായാലും CPIയിൽ സമാനമായ രീതിയിൽ എറണാകുളം ജില്ലയിലെയും ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. അത് ഇപ്പോൾ കൃത്യമായ രീതിയിൽ മറ്റൊരു ജില്ലാ സെക്രട്ടറിയെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് പാലക്കാടും അത്തരത്തിൽ ഓഡിയോ പുറത്തു വരികയാണ്. CPI എന്തായാലും എറണാകുളത്തെ സംഭവത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. അത് സമാനമായ രീതിയിൽ തന്നെ പാലക്കാട് ഒരു അന്വേഷണ കമ്മീഷൻ വേണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. എന്തായാലും OK സൈദലവി ഇപ്പോൾ KP സുരേഷ് രാജിനോടൊപ്പം നിൽക്കുന്നയാളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മുൻപ് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് പാലോട് മണികണ്ഠൻ വിഭാഗം ഇപ്പോൾ സേവ് CPI ഫോറം അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരടക്കമാണ് കൃത്യമായ രീതിയിൽ ഈ ഒരു ശബ്ദ സന്ദേശത്തിന് പിന്നിലെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ OK സൈദലവി ഇത് നിഷേധിച്ചിട്ടുണ്ട്. അല്ല ശ്രീജിത്ത്, ഇത് കുറച്ച് പഴയതാണ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ എന്താണ് ആ പാർട്ടിക്കകത്തെ വിഭാഗീയ നീക്കങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമായി ഈ ഘട്ടത്തിൽ അത് പുറത്തു വന്നതാണെന്ന് തോന്നുന്നു. ഇതിൽ സൈദലവിയുടെ പ്രതികരണം എന്തായിരുന്നു? ഇത് തീർത്തും വ്യാജമായ ഒരു ഓഡിയോ സന്ദേശമാണ്, അടർത്തിയെടുത്ത സന്ദേശമാണ് എന്ന തരത്തിൽ തന്നെയാണ് OK സൈദലവി ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ആ ശബ്ദ സന്ദേശം നമുക്ക് അല്പസമയത്തിനകം തന്നെ കേൾപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ജില്ലാ സെക്രട്ടറിയുടെ പരാജയത്തിൽ രാഷ്ട്രീയമായ പരാജയം തന്നെയാണ്. മറ്റെല്ലായിടങ്ങളിലും ജയിക്കുന്ന സമയത്തും ഇവിടെ പരാജയപ്പെട്ടത്, മണ്ണാർക്കാട് KP സുരേഷ് രാജ് പരാജയപ്പെട്ടത് അതൊരു രാഷ്ട്രീയമായ പരാജയം തന്നെയാണ്, പണം വന്നിട്ടുണ്ടാകും എന്ന തരത്തിലടക്കം അത് കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ CPIയിൽ ആഭ്യന്തരമായ പ്രശ്നം തന്നെയാണ്. നേരത്തെ സുരേഷ് രാജ് വിരുദ്ധ പക്ഷത്ത് ഉണ്ടായിരുന്ന ആളുകൾ പിന്നീട് സേവ് CPI ഫോറം എന്ന തരത്തിൽ പാർട്ടി വിട്ട് പുറത്തു പോവുകയും പിന്നീട് കുറെ ആളുകൾ തിരിച്ചു വരികയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പാർട്ടി സമ്മേളനം നടക്കുകയാണ്, CPI സമ്മേളനം നടക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു ശബ്ദ സന്ദേശം ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. എന്തായാലും ഇതിൽ OK സൈദലവി അദ്ദേഹം ഇത് നിഷേധിച്ചിട്ടുണ്ട്. തൻ്റെ എന്താണ് വ്യാജമായി സൃഷ്ടിച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ പാർട്ടി നിലപാട് എന്താണ്, CPIയുടെ വിശദീകരണം എന്താണ് എന്നതൊക്കെ അല്പസമയത്തിനകം അറിയാൻ കഴിയും.